ഹായ്, വെൽക്കം ടു kmdev. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർസും നോട്ട് ടേക്കിംഗ് ടൂൾസും ആണ്. അപ്പോൾ പേഴ്സണലി ഞാനൊരു 1.5 വർഷമായിട്ട് ഈ നോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കോളേജ് നോട്ട്സ് അല്ലെങ്കിൽ കോഡിങ് നോട്ട്സൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കുറേ ടൂൾസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫിസിക്കൽ നോട്ട്സ് അല്ലെങ്കിൽ പേജ് നോട്ട്സിലേറെ ഞാൻ പ്രിഫർ ചെയ്യുക ഈ നോട്ട്സാണ്. കാരണം എന്താ വെച്ചാൽ മൾട്ടി ഡിവൈസിൽ അവൈലബിൾ ആണ്, എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. ദർ ഇസ് നോ ഇഷ്യൂ ഫോർ ഈ നോട്ട്സും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ നോട്ട്സാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബെറ്റർ ടൂൾസ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബെറ്റർ ടൂൾസാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വൺ നോട്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും പിന്നെ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നൊരു നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. വൺ നോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ കാണാം, വൺ നോട്ട്, ഒറ്റ നോട്ട് മതി. അത്രയും ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു നോട്ട് ബുക്കാണ് വൺ നോട്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വെർഷനും iOS വെർഷനും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വെർഷനും ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ് വെർഷനും യൂസ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്കറിയാം നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസിൻ്റെ എല്ലാ ഫയൽസൊക്കെ വൺ ഡ്രൈവിലോട്ടാണ് സേവ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് വൺ നോട്ടും. വൺ നോട്ട്സിൻ്റെ എല്ലാ ഫയൽസൊക്കെ വൺ ഡ്രൈവിലാണ് സേവ് ചെയ്യാറ്. വൺ നോട്ടിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ നോട്ടിന് വരാനുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സും വൺ നോട്ടിനുണ്ട്. അതിൽ ലൈക്ക് റെഫറൻസ് ലിങ്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഓവറായിട്ട് വരുന്നുണ്ട്. ബട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഫീച്ചർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു IDE ആയിരിക്കും വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിന്നൊരു കോഡ് കോപ്പി ചെയ്ത് നമ്മൾ വൺ നോട്ടിലോട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അതേ സ്റ്റൈൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ഹെൽപ്ഫുള്ളാണ് കോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും. നമ്മൾ നോട്ടിലോട്ട് കോഡ് എടുത്താലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്ത ഫീച്ചർ എന്താ വെച്ചാൽ ഒരു റീഡറാണ്. നിങ്ങൾ കൊടുക്കുന്ന നോട്ട് അവർ റീഡ് ചെയ്ത് തരുന്നതാണ്. ലിറ്ററലി നമുക്കതിൻ്റെ ആവശ്യമില്ല, ബട്ട് നമ്മൾ റീഡ് ചെയ്യും. ബട്ട് വലിയ നോട്ടൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ബേസിക്കലി നല്ല നീറ്റായിട്ട് റീഡ് ചെയ്ത് തരും. Const canvas is equal to document.query selector. Can't get context. To D, const we say to D or 3D game. ഇനിയുള്ള ഫീച്ചർ എന്താ വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഫീച്ചർ ഉണ്ടെന്ന്. ബട്ട് അറിഞ്ഞതിന് ശേഷം വളരെ എനിക്ക് ഉപകാരപ്പെട്ടൊരു ഫീച്ചറായിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത നോട്ട് നിങ്ങൾക്ക് PDF-ലോട്ട് കൺവേർട്ട് ചെയ്യാം, അത് പ്രിൻറ്റിങ് ഓപ്ഷൻ വെച്ച്. ഇങ്ങനെ ചെയ്ത ഉപകാരം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് വൺ ഡ്രൈവിൽ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ വൺ നോട്ടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾ ജസ്റ്റ് ആ PDF-ലോട്ട് കൺവേർട്ട് ചെയ്താൽ അതിനുള്ള എല്ലാ ഓപ്ഷൻസും വൺ ഡ്രൈവിൽ തന്നെ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി, നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകാം, എവിടെയും യൂസ് ചെയ്യാം, ആർക്കും ഷെയർ ചെയ്യാം. അത് മാത്രമല്ല ഈ ഫീച്ചേഴ്സ് നിങ്ങൾ ജസ്റ്റ് പോയി പ്രിൻ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ. രണ്ടാമത്തെ ഒരു നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് എവർ നോട്ട്. ഒരു പോപ്പുലറായ നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ കോളേജ് നോട്ട്സിനൊക്കെ യൂസ് ചെയ്യാറ് എവർ നോട്ടാണ്. കോളേജ് നോട്ട്സിനും അസൈൻമെൻറ്റ് സ്റ്റഫ്സിനും അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് മാത്രം. എവർ നോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു പ്രൈസ് പ്ലാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബേസിക് പ്ലാൻസ് അല്ല, പേഴ്സണൽ പ്ലാൻ, ഫ്രീ പ്ലാൻ വെച്ച് നിങ്ങൾക്ക് 2 ഡിവൈസസ് സിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആൻഡ്രോയിഡും വെബ് വെർഷനും. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വെർഷൻ എല്ലാം അവൈലബിൾ ആണ്. എവർനോട്ടിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അവർ കുറേ ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ നോട്ട്സ് എടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലെക്ചർ നോട്ട്, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ്, അല്ലെങ്കിൽ ഓപ്പൺ, അങ്ങനെ മീറ്റിംഗ് നോട്ട്സ്, അങ്ങനെ എന്ത് വേണേൽ നമുക്ക് എടുക്കാം. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് നമുക്ക് നോട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് സപ്പോർട്ടുമാണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ നിങ്ങൾക്ക് റിമെമ്പർ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എവർനോട്ടിൽ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് എവർനോട്ട് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 2 നോട്ട് എവർനോട്ട് ആൻഡ് വൺ നോട്ടാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇതല്ലാത്ത കുറച്ച് പോപ്പുലറായിട്ടുള്ള കുറച്ച് നോട്ട്സാണ്, നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർസാണ്. മൂന്നാമത്തെ ഒരു നോട്ട് കീപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ കീപ്പ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് keep.google.com എന്ന് പോയാൽ നിങ്ങൾക്ക് ഗൂഗിൾ കീപ്പിലോട്ട് ഡയറക്റ്റ് ആവുന്നതാണ്. ഗൂഗിൾ കീപ്പ് എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യാത്ത നോട്ടാണ്. ബട്ട് സ്റ്റിൽ അത് നിങ്ങൾക്ക് ഗൂഗിൾ കലണ്ടറുമായി റിമെമ്പർ വെക്കാനോ അങ്ങനെ കുറച്ച് ലിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ബട്ട് അത് പ്രിഫറൻസ്ലി അതൊരു നോട്ട് ബുക്കാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും നിങ്ങൾക്ക് നോട്ട്സൊക്കെ സേവ് ചെയ്യാറ്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് നോട്ട് ആക്സസ് ചെയ്യും, നോട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം.